ആധുനിക കാലത്ത് ഉത്തമ സൗഹൃദത്തിന് ഒരു നിർവചനമുണ്ട്. അത് ആത്മാക്കളൊന്നായാലും വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായിരിക്കണം എന്നാണ്. വ്യക്തിപരമായ ഇടങ്ങളിലേക്ക് മറ്റൊരാൾ അനാവശ്യമായി കടന്നു കയറുമ്പോൾ അവിടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഈ ശ്വാസം മുട്ടലിൽ നിന്നുള്ള മോചനമോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക വിസ്ഫോടനമോ ആണ് പലപ്പോഴും കൊലപാതകമായി മാറുന്നത്. നിരുപാധികമായ സ്നേഹം ഇല്ലാതാകുകയും അവിടെ പ്രതീക്ഷകൾ അത് മാത്രം നിറയുകയും ചെയ്യുമ്പോൾ ബന്ധം വിഷലിപ്തമാകുന്നു. പ്രതീക്ഷിച്ച പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ അഹംബോധത്തിനേൽക്കുന്ന മുറിവ്, അതായത് ഈഗോ വൂണ്ട് ഉണ്ടാകുമ്പോൾ അത് പ്രതികാരമായി മാറുന്നു. കേരളം കേട്ടുനടങ്ങിയ ഒരു കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്കാണ് ഇന്ന് കുറ്റവും ശിക്ഷയും. സൗഹൃദം പകയായി മാറി. പിന്നെ അത് ഒരാളുടെ ജീവനെടുക്കുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്ത സംഭവമാണ് കോട്ടയത്ത് നടന്നത്. ആ പക പെട്ടെന്നുണ്ടായതുമല്ല. കോട്ടയം കറുകച്ചാലിലെ നീതുവിന്റെ ജീവനെടുത്തത് കൃത്യമായ മുന്നൊരുക്കത്തിൽ നടന്ന അരും കൊലയിലൂടെയാണ്. എ വെൽ പ്ലാൻഡ് മർഡർ. ഇതൊരു മുന്നറിയിപ്പാണ്. ഏതൊരു ബന്ധവും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മനുഷ്യർ പാലിക്കേണ്ട സാമാന്യ മര്യാദ കാത്തുസൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്. കോട്ടയത്തെ കറുകച്ചാൽ എന്ന മലയോര ഗ്രാമത്തിൽ നടന്ന പകയുടെ പര്യവസാനം 2025 മെയ് 6. സമയം രാവിലെ 8:40. സ്ഥലം വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടി റോഡ്, കറുകച്ചാൽ. രാവിലെ വളരെ വൈകിയതുപോലെയാണ് ആ യുവതി ധൃതിയിൽ കറുകച്ചാലിലെ ആ വഴിയിലൂടെ നടക്കുന്നത്. കയ്യിൽ ബാഗുണ്ട്. ജോലിക്ക് പോകുകയാണെന്ന് ശരീരഭാഷയിൽ തന്നെ വ്യക്തം. ചെറിയൊരു വളവിലേക്ക് തിരിഞ്ഞ യുവതി എങ്ങോട്ടും നോക്കാതെ റോഡിലൂടെ തന്നെ ആഞ്ഞു നടന്നു. പെട്ടെന്നാണ് വെളുത്ത നിറത്തിലുള്ള ഒരു ഇന്നോവ കാർ ഹോൺ പോലും അടിക്കാതെ വേഗത്തിൽ വന്നത്. ക്ഷണനേരം കൊണ്ട് ആ യുവതിക്കുമേൽ ഇന്നോവ കാർ പാഞ്ഞു കയറി. തെറിച്ചു വീണ ആ സ്ത്രീ ജീവന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. എന്നാൽ ദയ ഒട്ടുമില്ലെന്ന് തോന്നിക്കും വിധം ആ കാർ വീണ്ടും മുന്നോട്ടെടുത്ത് അതേ ദിശയിൽ തന്നെ വേഗം കൂട്ടി മറഞ്ഞു. പിറകെ വന്ന ചിലയാളുകൾ അപ്പോൾ തന്നെ ഓടിക്കൂടി. ജീവന്റെ മിടിപ്പ് ആ യുവതിയിൽ അപ്പോഴുമുണ്ട്. തലക്കേറ്റ മാരകമായ മുറിവിൽ നിന്ന് രക്തം ചീറ്റിയൊഴുകുകയാണ്. താമസിച്ചില്ല. അതിലൂടെ വന്ന മറ്റൊരു വാഹനം തടഞ്ഞു നിർത്തി. പരുക്കേറ്റ സ്ത്രീയെ കയറ്റി നേരെ ആശുപത്രിയിലേക്ക്. അപ്പോഴേക്കും യുവതിയുടെ ബോധം പൂർണ്ണമായി മറഞ്ഞിരുന്നു. യുവതിയുടെ ബാഗിൽ നിന്ന് ചില രേഖകൾ പോലീസിന് കിട്ടി. പരിക്കേറ്റ യുവതി നീതു ആർ നായർ, വയസ്സ് 35, സ്വദേശം കൂത്രപ്പള്ളി, ജോലി ടെക്സ്റ്റൈൽ ഷോപ്പ് ജീവനക്കാരി, ചങ്ങനാശ്ശേരി. കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടേഴ്സിന് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നീതുവിന്റെ പരിക്ക് അത്രയും ഗുരുതരമാണ്. അവർ യുവതിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. 2025 മെയ് 6. സമയം രാവിലെ 10 മണി. പോലീസിന്റെ വയർലെസ്സിൽ ആ സന്ദേശമെത്തി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 35-കാരി നീതു ആർ നായർ മരണത്തിന് കീഴടങ്ങി. തലക്കേറ്റ ഗുരുതരമായ പരുക്കും ആന്തരിക രക്തസ്രാവവും മരണത്തിന് ആക്കം കൂട്ടി.
സ്ഥലം വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടി റോഡ്. അപകടം നടന്ന സ്ഥലം. ക്രൈം സീനിലെത്തിയ കറുകച്ചാൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ഒരു വെളുത്ത ഇന്നോവ കാർ ആ പരിസരത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിലെ ചിലരിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം കിട്ടി. ആ വണ്ടി ഇതുവരെ ഇവിടെയെങ്ങും കണ്ടിട്ടില്ല. വണ്ടിയുടെ നമ്പറും ആർക്കും അറിയില്ല. പോലീസിന് തോന്നിയ സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഇത് ഒരു സാധാരണ അപകടമല്ല. പോലീസ് CCTV-കൾ പരിശോധിക്കാൻ തുടങ്ങി. തെളിവുകളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പഴകിയ ഒന്നുണ്ട്, അദൃശ്യകരങ്ങൾ. പക്ഷേ ഇപ്പോഴാ സ്ഥാനം ദൃശ്യങ്ങൾ കീഴടക്കി. ഡിജിറ്റൽ യുഗത്തിലെ കുറ്റാന്വേഷണത്തിൽ സൂചനകൾ നൽകുന്നത് അദൃശ്യമല്ല, CCTV ദൃശ്യങ്ങളാണ്. നീതുവിനെ ഇടിച്ചുകൊന്ന ആ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് കാണാനില്ല. അത് അഴിച്ചുവെച്ചതാണ്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. നീതുവിനെ ഇടിച്ചിട്ട ആ സ്ഥലത്ത് CCTV-കളില്ല. കാറിന്റെ ദൃശ്യങ്ങളെടുക്കുക എന്നത് പോലീസിന് അത്ര ദുഷ്കരമായൊരു കാര്യവുമല്ല. കറുകച്ചാൽ റൂട്ടിലെ CCTV-കൾ പോലീസുകാർ തിരഞ്ഞിറങ്ങി. പോലീസിനെ സഹായിക്കാൻ നാട്ടുകാരും ചില പൊതുപ്രവർത്തകരും ഒപ്പം കൂടി. ഒത്തുപിടിച്ചതോടെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കാറിന്റെ ദൃശ്യങ്ങൾ കിട്ടി. ഇടതുഭാഗത്തെ ഹെഡ്ലൈറ്റ് തകർന്ന നിലയിൽ കാർ പോകുന്ന നല്ല മണിമണി പോലുള്ള CCTV ദൃശ്യങ്ങൾ. പലതും HD ദൃശ്യമികവിൽ. പക്ഷേ കാറിന് നമ്പറില്ല. കാരണം നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ അത് വീണു പോയതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അഴിച്ചു വെച്ചതോ ആണെന്ന് കരുതാം. പക്ഷേ ഇതങ്ങനെയല്ല. മുൻപിലും പിന്നിലും നമ്പർ പ്ലേറ്റ് കാണാനില്ല. അതെന്തോ ഒളിക്കാൻ തന്നെയാണ്. പണി കൂടും, പോലീസുകാർ പരസ്പരം പറഞ്ഞു. ഒരു സംഘം പോലീസുകാർ CCTV തിരഞ്ഞിറങ്ങിയപ്പോൾ മറ്റൊരു സംഘം നീതുവിന്റെ പശ്ചാത്തലം പരിശോധിച്ചു. അവർ വിവാഹിതയാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഭർത്താവിന്റെ വീട്. പക്ഷേ 1 വർഷത്തിലധികമായി പിരിഞ്ഞാണ് താമസം. ഇനി ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് പലരോടും നീതു തന്നെ പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ലഭിക്കുമെന്നും അടുപ്പമുള്ളവരോട് നീതു പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്ക് സംശയം ഉടലെടുത്തു. ഇനി നീതുവിന്റെ ഭർത്താവ് വൈരാഗ്യം കൊണ്ട് ചെയ്തതായിരിക്കുമോ? പോലീസിന്റെ അന്വേഷണം ആ വഴിക്കും പോയി. പക്ഷേ അതൊരു തെറ്റായ വഴിയാണെന്ന് അന്വേഷണ സംഘത്തിന് വൈകാതെ തന്നെ ബോധ്യപ്പെട്ടു. അയാളുമായി അടുത്തിടെയൊന്നും നീതുവിന് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. കോടതിയിൽ വിവാഹമോചനത്തിന്റെ കേസ് മാത്രമാണ് അവർ തമ്മിലുള്ള അടുത്ത കാലത്തെ ഏക ബന്ധം. പോലീസ് നീതുവിന്റെ ഫോൺ കോൾ വിവരങ്ങൾ ചികഞ്ഞിറങ്ങി. അവസാനം വിളിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചായി പിന്നീടുള്ള അന്വേഷണം. നീതുവിന് വന്നിരുന്ന ചില ഫോൺ കോളുകളിൽ ദുരൂഹതയുണ്ട്. പരിശോധിക്കണം. പോലീസ് തുനിഞ്ഞിറങ്ങി. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ ജോലിക്കായി നീതു വന്നിരുന്നത് സ്വന്തം വീട്ടിൽ നിന്നായിരുന്നില്ല. കൂത്രപ്പള്ളിയിലെ വീട്ടിൽ നിന്നും യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഇതു പറഞ്ഞാണ് കറുകച്ചാലിനടുത്ത് നീതു വാടകയ്ക്ക് താമസമാക്കിയത്. അവർക്ക് ആ വീട് ശരിപ്പെടുത്തി കൊടുത്തതാകട്ടെ ഒരു സുഹൃത്തും. അയാൾ ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ വന്നു പോകാറുണ്ട്. സമയവും കാലവുമൊക്കെ ആ വന്നുപോക്കിന് ഒരു പ്രശ്നവുമായിരുന്നില്ല. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ ആ യുവതി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസം. അതുകൊണ്ട് അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലതാനും. രാവിലെ ജോലിക്ക് പോകുന്ന നീതു ചങ്ങനാശ്ശേരിയിൽ നിന്നും മടങ്ങിയെത്താൻ രാത്രിയാകും. പിറ്റേന്ന് നേരം പുലർന്നാൽ പിന്നെയും പതിവ് യാത്ര. ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലും മാത്രമാണ് വീട്ടിലുണ്ടാവുക. നാട്ടുകാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം പോലീസുകാർ CCTV ദൃശ്യങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിലാണ്. കാറിൽ 2 പേരുണ്ട്. അവർ ഉറപ്പിച്ചു, ഇതൊരു കയ്യബദ്ധമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കുറ്റകൃത്യമാണ്.
കാറിലിരിക്കുന്നവർക്ക് കൊല്ലപ്പെട്ട നീതുവിനെ അറിയാം. അല്ലെങ്കിൽ അവരറിയുന്ന ആർക്കോ നീതുവിനോട് എന്തോ പകയുണ്ട്. അതൊരു ബ്രൂട്ടൽ മേർഡറാണ്. അതാ വെളുത്ത ഇന്നോവ കാർ തന്നെയാണ്. വേണ്ട സൂചനകളുടെ ഉറപ്പ്, പിന്നെ അത് സാധൂകരിക്കാനുള്ള തെളിവുകൾ. കറുകച്ചാലിലെ നീതുവിന്റെ മരണത്തിനിടയാക്കിയ ആ കാർ, അത് ആ വെളുത്ത ഇന്നോവ പോലീസ് കണ്ടെത്തി. ഒപ്പം 2 പേർ കൂടി കസ്റ്റഡിയിലായി. മെയ് 6 സമയം രാത്രിയായി. രാവിലെ 8:45 കഴിഞ്ഞ അപകടത്തിൽ പോലീസിന്റെ വലിയൊരു മൂവ് ഉണ്ടായിരിക്കുന്നു. രാത്രിയാകുമ്പോഴേക്കും അപകടം വരുത്തിയ വെളുത്ത ഇന്നോവ കാർ അന്വേഷണ സംഘം കണ്ടെത്തി. CCTVയിൽ കണ്ടതുപോലെ തന്നെ ഇന്നോവയുടെ മുൻവശത്ത് ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ല. കസ്റ്റഡിയിലുള്ള 2 പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവർക്ക് നീതുവുമായി നല്ല ബന്ധമുണ്ട്. അൻഷാദ്, വയസ്സ് 37, അമ്പഴത്തിനാൽ വീട്, മേലേറ്റുതകടി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ല. നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ്. അത്യാവശ്യം ജീവിച്ചു പോകാം. നീതുവുമായി വർഷങ്ങളായി സൗഹൃദമുണ്ട് അൻഷാദിന്. ഒപ്പമുണ്ടായിരുന്നത് ആത്മാർത്ഥ സുഹൃത്ത്, എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ഇജാസിന് വയസ്സ് 35, ചാവടിയിൽ വീട്, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ല. വിവാഹിതയും 2 കുട്ടികളുമുള്ള നീതുവുമായി കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചാണ് അൻഷാദ് സൗഹൃദത്തിലാകുന്നത്. ഈ സൗഹൃദം പലപ്പോഴും ഇരു വീടുകളിലും അൻഷാദിന്റെയും നീതുവിന്റെയും വീടുകളിൽ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രശ്നങ്ങൾ വലുതായതോടെ നീതു വീട് വിട്ടിറങ്ങി. ജോലിയുള്ളതുകൊണ്ടാണ് പൂത്രപ്പള്ളിയിലെ വീട്ടിലേക്ക് പോകാതെ കറുകച്ചാലിൽ തന്നെ താമസമാക്കിയത്. വീടെടുത്തു നൽകിയത് അൻഷാദ്. ഇതുവരെ കഥയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തിനാണ് നീതുവിനെ അൻഷാദ് തന്നെ ഇല്ലാതാക്കിയത്? പോലീസിന്റെ ചോദ്യത്തിന് അയാളുടെ മറുപടി പലതും അർദ്ധസത്യങ്ങളായിരുന്നു. അപകടം നടക്കുമ്പോൾ അത് നീതുവാണെന്ന് അറിയില്ലായിരുന്നു. പോലീസിനോട് ആദ്യം അയാൾ പറഞ്ഞ കള്ളം, അത് പൊളിഞ്ഞു വീഴാൻ അധികം സമയമെടുത്തില്ല. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ചോദ്യങ്ങൾ. ചോദ്യം 1: ഇന്നോവ കാർ എന്തിനാണ് നീതു വരുന്ന ആ വഴിയിൽ ഏറെ നേരം നിർത്തിയിട്ടത്? 2: ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയതെന്തിന്? മൂന്നാമത്തേത് സുപ്രധാന ചോദ്യം: ഇന്നോവ കാറിന്റെ നമ്പർ പ്ലേറ്റ് എവിടെ? ചോദിച്ച 3 ചോദ്യങ്ങൾക്കും ഉത്തരം പലവിധം. ഒടുവിൽ ചോദ്യം ചെയ്യലിന്റെ രീതി മാറിയപ്പോൾ 2 പേരും സത്യം പറഞ്ഞു തുടങ്ങി. അവർക്ക് പിടിച്ചു നിൽക്കാൻ അധിക സമയം കഴിയുമായിരുന്നില്ല. നല്ല സൗഹൃദം എപ്പോഴാണ് ശത്രുതയായത്? എപ്പോഴാണ് അത് പകയായി മാറിയത്? ചോദ്യങ്ങൾക്ക് മുൻപിൽ അൻഷാദ് കുറ്റസമ്മതം നടത്താൻ തുടങ്ങി. പോലീസിന് അതൊരു സർപ്രൈസ് മൊഴിയായിരുന്നില്ല. പക്ഷേ നീതുവിനെ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയ ആ പ്ലാൻ ഒരു ബ്രെയിൻ വർക്ക് തന്നെയായിരുന്നു. വർഷങ്ങളായുള്ള അടുപ്പം ശത്രുതയായി മാറാൻ എന്താണ് കാരണം? നീതുവിന് കറുകച്ചാലിനടുത്ത് വീട് പോലും എടുത്തു നൽകിയത് അൻഷാദാണ്. പിന്നെങ്ങനെയാണ് ആ സൗഹൃദം ഛിന്നഭിന്നമായത്? തർക്കങ്ങൾ ഉടലെടുത്തത്? പോലീസിന് അത് അയാളിൽ നിന്ന് തന്നെ കേൾക്കേണ്ടിയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നീതുവിന്റെ ഭർത്തൃവീടിനോടടുത്ത് തന്നെയാണ് അൻഷാദിന്റെയും താമസം. പരിചയം സൗഹൃദമായി, പിന്നെ അത് ദൃഢമായി. ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ നീതു ആദ്യം അറിയിച്ചതും അൻഷാദിനെ തന്നെ. അവൾക്കൊരു ജോലിയുണ്ട്, സ്വന്തമായി ജീവിക്കാൻ അതൊക്കെ തന്നെ ധാരാളം.
കറുകച്ചാലിലെ വാടക വീട്ടിലെ താമസം നീതുവിനൊരു സഹായമാണ്. അവർക്ക് എളുപ്പത്തിൽ ചങ്ങനാശ്ശേരിയിലെ ഷോപ്പിലേക്ക് പെട്ടെന്ന് പോയി വരാം. ഇനി ആരെയും പേടിക്കാതെ ജീവിക്കാം. പക്ഷേ ഈ അടുപ്പം തർക്കത്തിലേക്ക് വഴിമാറാൻ അധികം നാളെടുത്തില്ല. ആ സൗഹൃദ ബന്ധത്തിൽ തർക്കങ്ങൾ പതിവായി. പതിയെ നീതു അൻഷാദിൽ നിന്ന് അകലാൻ തുടങ്ങി. അവൾ അയാളെ ഒഴിവാക്കാൻ പല കാരണങ്ങൾ കണ്ടെത്തി. അതിന് നീതുവിന് അവളുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അൻഷാദ് പതിയെ അവളുടെ പല സൗഹൃദങ്ങളെയും വിലക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഇതൊരു വലിയ ടോക്സിക് റിലേഷനാകുമെന്ന് ആ 35-കാരി കരുതിയിരിക്കും. വാടകയ്ക്ക് വീടെടുത്ത് നൽകിയെങ്കിലും വാടക സ്വന്തമായി കൊടുക്കാൻ ജോലി ചെയ്യാനാവതുണ്ടെന്നത് അവളിൽ കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കാം. അവൾ അകന്നു പോകുന്നത് അൻഷാദിൽ പകയുണ്ടാക്കി. അയാളുടെ കണ്ണിൽ അവൾ മറ്റാരോടും അടുപ്പം കാണിക്കരുത് എന്ന് തന്നെയായിരുന്നു. 2025 മെയ് 5 എറണാകുളത്ത് നിന്നുള്ള ഇന്നോവ കാർ മണിമലയിലായിരുന്നു ഉള്ളത്. ആ കാർ അവിടെ എത്തിയാണ് അൻഷാദിന്റെ സുഹൃത്ത് ഇജാസ് വാടകയ്ക്കെടുത്തത്. മാക്സിമം ഒരാഴ്ച, അതിനുള്ളിൽ തിരിച്ചു തരും. ഇജാസിന്റെ ഒരു സുഹൃത്തിന്റെ പക്കലുള്ള കാർ കൈവശപ്പെടുത്താൻ അയാൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഇജാസ് നേരെ പോയത് ഉറ്റമിത്രം അൻഷാദിന്റെ അടുത്തേക്ക് തന്നെ. അയാൾ തുടർന്നുള്ള പ്ലാനുകളെല്ലാം കൂട്ടുകാരനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തനിക്ക് നീതുവിനെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് അൻഷാദിന്റെ തുറന്നു പറച്ചിൽ. താൻ പലപ്പോഴായി നൽകിയ പണത്തിന്റെ കാര്യത്തിലും അവൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. നേരിൽ ചോദിച്ചു തീർക്കാനാണെങ്കിൽ പിടി തരുന്നുമില്ല. ഏറ്റവും അടുപ്പമുള്ള ഒരാളെ ഇല്ലാതാക്കാൻ അൻഷാദിന് അങ്ങനെ കാരണങ്ങൾ പലതായിരുന്നു. 2025 മെയ് 6 ചൊവ്വാഴ്ച രാവിലെ 8 മണി. രാവിലെ തന്നെ എത്താൻ അൻഷാദ് ഇജാസിനോട് പറഞ്ഞു. അയാൾ കൃത്യസമയത്ത് തന്നെ എത്തി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സുഹൃത്തുക്കൾ നേരെ പോയത് കറുകച്ചാലിലേക്ക്. കാർ എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റാൻ ഇരുവരും മറന്നില്ല. ഇനി യാത്ര പൂവൻ പാറപ്പടിയിലേക്കാണ്. അവിടെയാണ് നീതു വാടകയ്ക്ക് താമസിക്കുന്നത്. നീതു വരുന്ന സമയത്തിന് മുമ്പ് തന്നെ കാർ പ്രദേശത്തെത്തി. ആളൊഴിഞ്ഞ സ്ഥലം കണ്ടെത്തണം. നീതു വരുന്ന ഇടവഴിക്ക് 200 മീറ്റർ അകലെയാണ് അവർ വാഹനം നിർത്തിയത്. സമയം 8:40. നീതുവിന്റെ നടത്തത്തിന്റെ വേഗത അൻഷാദിന് കൃത്യമായി അറിയാമായിരുന്നു. ജോലിക്ക് പോകാനുള്ള ധൃതിയിൽ നടന്നു പോകുന്ന നീതു പുറകിൽ മരണത്തിന്റെ ആക്സിലേറ്ററിൽ കാലമരുന്നുണ്ടെന്ന് അറിഞ്ഞതേയില്ല. ഇടിയുടെ ആഘാതത്തിൽ തന്നോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നയാൾ തെറിച്ചു വീഴുന്നത് അൻഷാദ് പകയോടെ നോക്കി. വാഹനം നിർത്താതെ തന്നെ മുന്നോട്ടു പാഞ്ഞു. നീതു മരണത്തിലേക്കുള്ള വഴിയിൽ തന്നെയാണെന്ന് അൻഷാദിന് അപ്പോഴേക്കും ഉറപ്പുണ്ടായിരുന്നു. കൃത്യത്തിനു ശേഷം ഭാഗത്തേക്കാണ് കാറോടിച്ച സംഘം കടന്നുകളഞ്ഞത്. വെറും അപകട മരണം അത്രമാത്രമേ ആരും കരുതൂ. അവർക്ക് അത്രമേൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാറിടിച്ച് മുൻഭാഗം തകർന്നതാണ് അൻഷാദിനും ഇജാസിനും ആശങ്കയായത്. അങ്ങനെയൊരു പരിക്ക് ഇന്നോവയ്ക്കില്ലായിരുന്നെങ്കിൽ കാർ വാടകയ്ക്കെടുത്ത അതേ സ്ഥലത്ത് തന്നെ തിരിച്ചേൽപ്പിക്കാനായിരുന്നു പ്ലാൻ പാളിയതോടെ ഇന്നോവ കാർ മറ്റൊരു ഭാഗത്ത് നിർത്തേണ്ടി വന്നു. അപ്പോഴും അപകടമരണമെന്നല്ലാതെ മറ്റൊരു വിവരവും പുറത്തുവരില്ലെന്ന് അവർ ഉറപ്പിച്ചു. നാടുവിട്ട് മുങ്ങാൻ കൂട്ടുകാർ തീരുമാനിക്കാതിരുന്നതും ഇതേ കാരണം കൊണ്ടുതന്നെ. അന്വേഷണ സംഘത്തോട് അവരത് സമ്മതിക്കുകയും ചെയ്തു. വെൽക്കം ബാക്ക്. കോട്ടയം കറുകച്ചാൽ നീതു കൊലക്കേസിന്റെ അറിയാക്കഥകളിലേക്ക് വീണ്ടും. ആരും അറിയാതെ പോകുമായിരുന്നൊരു കേസ്. പക്ഷേ പോലീസിന് തോന്നിയ ചെറിയ സംശയം. ആ സംശയമാണ് കേവലം ഒരു അപകട മരണം എന്ന നിലയിൽ ക്ലോസ് ആയി പോകുമായിരുന്ന ഈ വാഹനം ഇടിവിച്ചുള്ള അരുംകൊല പുറത്താകാൻ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത ഏതൊരു കുറ്റവാളിക്കുമുള്ള മുന്നറിയിപ്പായി മാറി. ഒരു സാധാരണ ഹിറ്റ് ആൻഡ് റൺ ആകുമായിരുന്ന കേസ് കേരളത്തിൽ നടക്കിയ മർഡർ കേസായി. മെയ് 7 പ്രതികൾ കുറ്റം സമ്മതിച്ചു. സൗഹൃദത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കത്തിലും സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുണ്ടായ തർക്കത്തിലുമുള്ള പകയാൽ അൻഷാദ് സുഹൃത്ത് ഇജാസുമായി ചേർന്ന് നീതു എന്ന സുഹൃത്തിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. FIR പോലീസ് പുതുക്കി.
ഒരു ഭാവഭേദവുമില്ലാതെയാണ് പ്രതികൾ പോലീസിന് മുമ്പിൽ നിന്നത്. അഗാധമായ സൗഹൃദം ഭേദിക്കാൻ അപരന് അവകാശമില്ലെന്ന മിഥ്യാധാരണ അൻഷാദിൽ അപ്പോഴുമുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിനും മക്കളുടെ നല്ല ഭാവി എന്ന ചിന്തയ്ക്കുമപ്പുറം അയാളെ കൂട്ടുകാരിയോടുള്ള പക വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. മറുഭാഗത്ത് നീതുവിന്റെ ജീവിതത്തിലും അൻഷാദുമായുള്ള സൗഹൃദം വരുത്തിവെച്ചത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ്. ഭർത്താവുമായി ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും 2 പെൺമക്കളുടെ ജീവിതത്തിൽ പിന്നീടങ്ങോട്ട് അമ്മയെന്നത് ഓർമ്മ മാത്രമായി. പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. നീതുവുമായി അൻഷാദ് നടത്തിയ ഫോൺ കോൾ രേഖകൾ, സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ എല്ലാം ഡിജിറ്റൽ തെളിവുകളായി. വെള്ള ഇന്നോവ കാറും പോലീസിന്റെ നിർണായക തൊണ്ടി മുതലായി. രണ്ട് വ്യക്തികൾ നല്ല സുഹൃത്തുക്കളായിരിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. പ്രധാന കാരണം അവർ 2 വ്യക്തികൾ എന്നത് തന്നെയാണ്. 2 ചിന്തകളും 2 ശരീരവുമുള്ള 2 പേർ. പക്ഷേ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തികളാണവരെങ്കിൽ സൗഹൃദത്തിൽ വിള്ളലുകൾ വീഴുമ്പോൾ അത് തകർന്നുപോയ അന്തസ്സായി അവർ കണക്കാക്കുന്നു. പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു. ജീവനെടുക്കുന്ന അധമരായി അവർ പരിണമിക്കുന്നു. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.